ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ബേബികൾ രണ്ടാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ ചത്ത പച്ച മൂന്നാം ദിനത്തിലേക്കും കടന്നിരിക്കുകയാണ്. സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. നേരെ ബേബി ഗേളിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 797 ഷോകളിൽ നിന്ന് 36,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് ലഭ്യമായത് 65 ലക്ഷം രൂപയോളം ട്രാക്ഡ് കളക്ഷൻസ്. അതായത് 90 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയ്ക്ക് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. വേൾഡ് വൈഡായിട്ട് സിനിമ 1.5 കോടിക്ക് മുകളിലേക്ക് നേടി. രണ്ടാം ദിനം ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നു മോർണിംഗിൽ 36 ഷോകളിൽ നിന്ന് ഏകദേശം 1,82,000 രൂപ ട്രാക്ഡ് കളക്ഷൻസായി സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ ഏകദേശം 3 കോടിക്ക് മുകളിലേക്ക് വേൾഡ് വൈഡായിട്ട് എത്തും, അല്ലെങ്കിൽ 4 കോടിക്കടുത്ത് മുകളിലേക്ക് വേൾഡ് വൈഡായിട്ട് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് കാത്തിരിക്കുന്നത്. എന്നാലും തുടർച്ചയായിട്ടുള്ള ഒരു നല്ല ചിത്രമാണ് നിവിൻ പോളിക്ക് ലഭ്യമായിരിക്കുന്ന ഈ ഒരു സിനിമയിലൂടെ. വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമ 150 കോടിക്കടുത്തേക്ക് എത്തുന്ന സിനിമയ്ക്ക് തൊട്ട് പിന്നാലെ നല്ല ഒരു സിനിമയുമായി നിവിൻ പോളി എത്തിയിരിക്കുകയാണ്. ചത്ത പച്ച കനത്ത ഡീഗ്രേഡിങ്ങിന് ശേഷം കുതിച്ചുയരുന്ന ചിത്രമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ഇവിടെ ആദ്യ ദിനം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,20,00,000 രൂപയായിരുന്നു. വേൾഡ് വൈഡായിട്ട് 7,80,00,000 രൂപയ്ക്കടുത്ത് 73 ലക്ഷം രൂപയോളം ലഭിച്ചപ്പോൾ രണ്ടാം ദിനത്തെ കളക്ഷൻ 1,173 ഷോകളിൽ നിന്ന് 1,13,000 ടിക്കറ്റുകളാണ് ഇന്നലെ വിറ്റുപോയത്. സിനിമയ്ക്ക് 1,77,00,000 രൂപ ട്രാക്ഡ് കളക്ഷൻസിലൂടെ വന്നു. അതായത് 2.25 കോടിയാണ് രണ്ടാം ദിനവും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതായത് സിനിമ 12 കോടിയോളമാണ് 2 ദിനങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്ന. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇന്ന് മോർണിംഗിൽ 57 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 3,15 ലക്ഷം രൂപ ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ട്രാക്കിങ്ങിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 4,80,00,000 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് സിനിമ നമ്മളറിയാം 3,20,00,000 രൂപയ്ക്ക് മുകളിലും രണ്ടാം ദിനം ഏകദേശം 2,20,00,000 രൂപ, അതായത് 5.5 കോടിയോളമാണ് 2 ദിനം കൊണ്ട് നേടിയ ചിത്രം. മൂന്നാം ദിനം റെക്കോർഡ് കളക്ഷൻ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ശനിയാഴ്ച ഗംഭീര തിരക്കായിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.